ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും വൻതോതിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. ഔദ്യോഗിക വസതിയിൽ തീപിടുത്തത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 15 കോടി രൂപയോളം കണ്ടെത്തിയത്. യശ്വന്ത് വർമ്മയെ സുപ്രീം കോടതി കൊളീജിയം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ജഡ്ജിക്കെതിരെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. സ്ഥലം മാറ്റത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ രംഗത്തെത്തി. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് യാദൃശ്ചികമായി നടത്തിയ പരിശോധനയിലാണ് ഒരു മുറിയിൽ 15 കോടി രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല. കണക്കിൽപ്പെടാത്ത പണമാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഉടൻ ഉന്നത പോലീസ് മേധാവികളെ വിവരം അറിയിച്ചു. സംഭവം അറിഞ്ഞ ഉടൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൊളീജിയം വിളിച്ചു ചേർത്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. യശ്വന്ത് വർമ്മയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിശദീകരണം തേടി. സുപ്രീം കോടതി ജഡ്ജിയും 2 ഹൈക്കോടതി ജഡ്ജിമാരും അടങ്ങുന്ന ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നു. പണം കണ്ടെത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ലെന്ന് ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അതുൽ ഗാർഗ് പ്രതികരിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കുക മാത്രമാണ് ഫയർഫോഴ്സ് ചെയ്തതെന്നും പോലീസ് നേരത്തെ തന്നെ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും ഫയർഫോഴ്സ് മേധാവി വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു. അലഹബാദ് ഹൈക്കോടതിയിലേക്കുള്ള സ്ഥലം മാറ്റത്തിനെതിരെ ഹൈക്കോടതി ബാർ അസോസിയേഷൻ രംഗത്ത് വന്നു. കളങ്കിതർക്കായുള്ള ചവറ്റുകൊട്ടയല്ല അലഹബാദ് ഹൈക്കോടതിയെന്ന് ബാർ അസോസിയേഷൻ പ്രതികരിച്ചു. 24 ഡൽഹി.